ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ കരിപ്പൂർ വിമാനത്താവളത്തിൽ സൗദി അറേബ്യയിൽ നിന്നും വന്നിറങ്ങിയ മുഹമ്മദ് സനൂപ് എന്ന യുവാവിൻ്റെ അറസ്റ്റ് വളരെ പ്രത്യേകതകളുള്ള ഒന്നായിരുന്നു. നമുക്കറിയാം, നമ്മുടെ രാജ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച ഒരു സംഭവമാണ് 2025 ഏപ്രിൽ 22-ാം തീയതി കാശ്മീരിലെ പഹൽഗാം എന്ന സ്ഥലത്ത് ഉണ്ടായത്. ഏതാണ്ട് 10-40ഓളം ഇന്ത്യക്കാരെ, അവർ വിനോദ സഞ്ചാരത്തിന് പോയിരുന്ന കുടുംബാംഗങ്ങളുമായി പോയിരുന്ന അവരെ, പ്രധാനമായും ആണുങ്ങളെ തെരഞ്ഞുപിടിച്ച് ഭീകരന്മാർ വളരെ മൃഗീയമായി കൊന്നത്. അങ്ങനെ മലയാളിയായിട്ടുള്ള രാമചന്ദ്രൻ എന്ന സൈനികൻ്റെ ഭാര്യയുടെയും മകളുടെയും മുന്നിലിട്ട് അയാളെ കൊന്നു. ഈ സംഭവത്തെപ്പറ്റി ഇദ്ദേഹത്തിൻ്റെ മകള് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയുണ്ടായി. എന്നാൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ അടിയിൽ വളരെ നീചമായ രീതിയിൽ ഒരു കുറിപ്പ് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട മുഹമ്മദ് സനൂപ് എന്ന ആൾ സൗദി അറേബ്യയിൽ ഇരുന്നു കൊണ്ട് ചെയ്യുകയുണ്ടായി. പലപ്പോഴും പല ആളുകളും വിചാരിച്ചിരിക്കുന്നത്, വിദേശത്ത് പോയി ഇരുന്ന് നമ്മുടെ രാജ്യത്തിനെതിരായി പ്രസ്താവനകൾ ഇറക്കുകയും പോസ്റ്റ് ഇടുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും പിടിക്കപ്പെടില്ല, അതൊരു പ്രശ്നവുമില്ല എന്നുള്ളതാണ്. അതൊരു ഹോബിയാക്കി മാറ്റിയ ധാരാളം യുവാക്കൾ ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഉണ്ട്. ഭാരതത്തിനെതിരെ പോസ്റ്റ് ഇടുക എന്ന് പറയുന്നത് ഒരു ഹരമാണ്. അങ്ങനെ നമ്മുടെ രാജ്യത്തിൻ്റെ മനസാക്ഷിയെ പോലും ഞെട്ടിച്ച പഹൽഗാം സംഭവത്തിൽ സ്വന്തം അച്ഛൻ്റെ മരണം നേരിട്ട് കണ്ട, കൊലപാതകം നേരിട്ട് കണ്ട മകള് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്ത പരാമർശത്തിന് അടിയിൽ വളരെ നീചമായ രീതിയിൽ ഒരു കമൻ്റ് ഇട്ട ആളാണ് ഈ മുഹമ്മദ് സനൂപ് എന്നുള്ള. അപ്പോൾ ഏകദേശം ഒരു 1.5 വർഷം കഴിഞ്ഞ് ഇപ്പോൾ അദ്ദേഹം ഇവിടെ വന്നപ്പോഴേ കരിപ്പൂർ വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ വിഭാഗം ഇദ്ദേഹത്തിനെതിരെ ഒരു ലുക്കൗട്ട് നോട്ടീസ് ഉണ്ടായതുകൊണ്ട് അവിടെ തടഞ്ഞു വെച്ചു. ഇതിന് ആസ്പദമായിട്ടുള്ള കാരണം അധീന ഭാരതി എന്ന് പറയുന്ന ഒരു യുവതി, ഇയാളുടെ ഈ ഫേസ്ബുക്ക് പരാമർശത്തിനെതിരെ തൊടുപുഴ മുട്ടം പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. അപ്പോൾ ആ കേസിൻ്റെ അടിസ്ഥാനത്തിലാണ് വിദേശത്തുണ്ടായിരുന്ന ഈ മുഹമ്മദ് സനൂപിനെതിരെ ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത്. ഒരു കാരണവശാലും പിടിക്കപ്പെടില്ല എന്നൊക്കെ കരുതി അന്ന് തന്നെ ഇത് തെറ്റാണെന്ന് കാണിച്ചപ്പോൾ അതിനെതിരെയും ഗീർവാണം മുഴക്കിയ മുഹമ്മദ് സനൂപാണ് ഈ കരിപ്പൂർ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ തന്നെ ഇയാളെ പിടികൂടുകയും എമിഗ്രേഷൻ തടഞ്ഞു വെക്കുകയും മുട്ടം പോലീസിനെ വിവരം അറിയിച്ച് കൈമാറുകയും ചെയ്തു. മാത്രമല്ല, ഇയാൾക്കെതിരെ ഇപ്പോൾ UAPA കൂടി ചുമത്തപ്പെട്ടതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ ദേശദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ഉള്ള ശിക്ഷ ഉറപ്പാക്കുന്ന ഒരു നിയമമാണ്. പലപ്പോഴും നമ്മൾ വിചാരിച്ചിരിക്കുന്ന UAPA കേന്ദ്ര ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾക്ക് മാത്രമേ നടപ്പിലാക്കാൻ കഴിയൂ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയൂ എന്നുള്ളതായിരുന്നു. പക്ഷെ ആ ഒരു ചിന്ത ഇപ്പം മാറിയിരിക്കുകയാണ്. കേരള പോലീസിനും സംസ്ഥാന പോലീസുകൾക്കും എല്ലാം UAPA ചുമത്താം എന്നുള്ളതിന് ഒരു ഉദാഹരണം കൂടി ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ NIAക്ക് കേസ് ഏറ്റെടുക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ UAPA ചുമത്തിക്കഴിഞ്ഞാൽ ജാമ്യം കിട്ടുക വളരെ പ്രയാസമാണ്. ചിലപ്പോൾ വാസം തിഹാർ ജയിലിലോട്ട് മാറാനും സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു നല്ല സൂചനയാണ്. വിദേശത്ത് പോയിരുന്ന് രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഒരു കാരണവശാലും പിടിക്കപ്പെടില്ല എന്നുള്ള ചിന്ത ഇല്ലാതാക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു സംരക്ഷണം ഇല്ലാതാക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ അരങ്ങേറിയിരിക്കുന്നത്. ഈ കാര്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രശംസിക്കേണ്ടത് ഈ അധീന ഭാരതി എന്ന യുവതിയാണ്. അന്ന് തന്നെ ഈ സംഭവത്തിനെതിരെ വളരെ ശ്രദ്ധയോടെ മുട്ടം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി അത് കേസെടുക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കി നടത്തിയ നിയമ പോരാട്ടത്തിൻ്റെ അവസാനമാണ് ഇപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു നല്ല സൂചനയാണ്.